ഹായ് എവരി വൺ. അപ്പോൾ ഇത് 19th ഓഫ് നവംബർ. ഞങ്ങൾക്ക് ഈവനിങ് 6 മണിയുടെ സ്ലോട്ടാണ് തിരുപ്പതി ഭഗവാനെ തൊഴാനായിട്ടുള്ള ടൈം സ്ലോട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങളൊരു 5:15 ഒക്കെ ആയപ്പോൾ തന്നെ റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങി ക്യൂ നിൽക്കാനായിട്ട് നടന്നു പോകുന്നതാണ്. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു 6 മണിയുടെ സ്ലോട്ടിൽ കയറാൻ. അപ്പോൾ ഈ കഴിഞ്ഞ 2 വീഡിയോയിലും പറയാത്ത കാര്യം, ഞാൻ ആക്ച്വലി തിരുപ്പതി ട്രിപ്പിൽ പോകാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നില്ല. അതുകൊണ്ടാണ് ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേ ഏർലി മോർണിംഗ് ട്രെയിനിന് ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളത്ത് പോയി അവിടെ നിന്ന് ലഗേജ് പാക്ക് ചെയ്ത് പോയതാണെന്ന്. സോ ദാറ്റ് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് പ്രീ ബുക്ക്ഡ് ടിക്കറ്റ് ഓർ ദ പ്രീ ബുക്ക്ഡ് ടൈം സ്ലോട്ട്. ബിക്കോസ് ഓഫ് വിച്ച് ഐ ടുക്ക് ദ ജനറൽ ക്യൂ ടിക്കറ്റ് ഫ്രം ശ്രീനിവാസം കോംപ്ലക്സ് ഇൻ തിരുപ്പതി. And my time slot was on the previous day, 18th of November, at another time slot, and then അവർ ക്യൂയിലേക്ക് പോയ സമയത്ത് എനിക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ വന്ന് തൊഴാൻ സാധിച്ചു. ഒരുപാട് ടൈം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന ഈ 19th എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കേട്ടോ തിരുപ്പതി ടെമ്പിളിൽ. അപ്പോൾ 6 മണിക്ക് ക്യൂവിൽ കയറി ഇവരെ തൊഴുതിറങ്ങുമ്പോൾ രാത്രി 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 6 to 7 hours അവർ ക്യൂവിൽ നിന്നിട്ടാണ് ഭഗവാനെ കണ്ടത്. പക്ഷെ എനിക്കങ്ങനെയല്ലായിരുന്നു. എനിക്കൊരു 2-3 hours എനിക്ക് തൊഴാൻ സാധിച്ചു. സോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് സാരി ഉടുത്ത് റെഡി ആയിട്ട് തന്നെയാണ് പോയത് കേട്ടോ. തിരുപ്പതി ഭഗവാന്റെ മുന്നിലേക്ക് ഒരുമിച്ച് കയറാനായിട്ട് ഞാനും അവരുടെ പോലെ എൻ്റെ കാഞ്ചൂരം ടിഷ്യൂ സിൽക്ക് ഉടുത്തിട്ട് തന്നെയാണ് പോയത്. അതുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഒരുപാട് വീഡിയോസ് എനിക്ക് എടുക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഒത്തിരി ഫോട്ടോസ് എടുക്കാൻ സാധിച്ചു. At that time I was there. Initially I feel so excited and grumbled to God so many things that I wanted in my life, and I expressed my gratitude for this beautiful life as well. അങ്ങനെ ഭഗവാനോട് വർത്താനമൊക്കെ പറഞ്ഞു. കുറേ സമയം അവിടെ വെറുതെ ഇരുന്നു. കുറേ പേർക്ക് ഞാൻ ഫോട്ടോ എടുത്തു കൊടുത്തു. ഫാമിലിയിൽ നിന്ന് പോയിട്ടുള്ള എല്ലാവരും പുറത്ത് വരാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അറൗണ്ട് ഒരു 9 PM ഒക്കെ ആയപ്പോൾ നല്ല തണുപ്പ് തുടങ്ങി. അവിടെ നല്ല കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അപ്പോൾ ഭയങ്കര തണുപ്പുണ്ട്. ചില്ലായിട്ടുള്ള തണുപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ സ്വെറ്റർ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല. ആക്ച്വലി ഞാൻ സ്വെറ്റർ നാട്ടിൽ നിന്ന് കൊണ്ടുപോയില്ല. അങ്ങനെ ഞാൻ അവിടെ പോയിട്ടൊരു സ്വെറ്റർ മേടിച്ചു. ഭയങ്കരമായിട്ട് തണുപ്പ് കൂടിയപ്പോൾ ഒരു സ്വെറ്റർ മേടിച്ചു. ആൻഡ് ഒരു 10:30 ഒക്കെ കഴിഞ്ഞപ്പോൾ my mind is constantly on edge that they wouldn't come out. I don't know why, what happened. Anything happens to anyone else, all these revolving in my head continuously, and I was completely in a dilemma and completely in tensions and all. എനിക്ക് എന്താ ചെയ്യണ്ടേ, ഇവരെന്താ പുറത്ത് വരാത്തെ? അപ്പം ഞാൻ വിചാരിക്കുന്നു ഇവർ കഴിഞ്ഞിട്ട് കയറിയ ആൾക്കാർ പുറത്തേക്ക് വരുന്നുണ്ട്, പിന്നെന്താ ഇവർ വരാത്തെ, എനിക്കകത്തേക്ക് കയറാനും പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തു. ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ ചപ്പൽ കീപ്പ് ചെയ്ത പോയിന്റിലേക്ക് ഞാൻ നടന്നുപോയി. അവിടെ അവരുടെ ചപ്പൽ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കാൻ. അപ്പോൾ അത് എടുത്തിട്ടില്ല. അന്നേരം എനിക്ക് ഉറപ്പായി ഇവർ പുറത്ത് വന്നിട്ടില്ലാന്ന്. പിന്നെ ഞാൻ സമാധാനമായിട്ട് ഭഗവാന്റെ മുന്നിൽ വന്നിരുന്നു. അപ്പോൾ എടുക്കുന്ന വീഡിയോസൊക്കെയാണ് ഇതൊക്കെ കാണുന്നത്. ഈ കാണുന്ന പോലെ അല്ല കേട്ടോ, ഞാൻ നല്ല വിറയ്ക്കുന്നുണ്ടേ, അത്ര തണുപ്പുണ്ടായിരുന്നേ അവിടെ. പിന്നെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ആൾക്കാരെ അങ്ങനെ നോക്കി നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഒരു സ്വെറ്റർ വാങ്ങി വന്ന് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ വാവേനെ പിടിച്ച് അമ്മയും വാവയും നടന്നു വരുന്നുണ്ട്. അച്ഛയും സന്ദീപും ലഡു മേടിക്കാനായിട്ട് ലഡുവിൻ്റെ കൗണ്ടറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ദെൻ അവരെല്ലാവരും വന്നതിന് ശേഷം ഞങ്ങൾ റൂമിലേക്ക് പോയി. അപ്പോൾ രാവിലെ ഈ 19th മോർണിംഗ് ഞങ്ങൾ ഉറങ്ങി എണീറ്റിട്ട് ആരും തന്നെ അതുവരെ ഉറങ്ങിയിട്ടില്ല. ഇവർ തൊഴുത് വന്നപ്പോൾ തന്നെ 12:30 കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 12:30 ആയി ഇവർ തൊഴുത് വന്നപ്പോൾ. അപ്പോൾ തൊഴുത് വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ ഈ അമ്പലത്തിൻ്റെ മുന്നിൽ രാത്രി മാത്രം ലൈവാകുന്ന കുറേ ഷോപ്സ് ഉണ്ട്.
നല്ല റേറ്റ് കുറച്ച് സെയിൽ ചെയ്യുന്ന ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പം അതൊക്കെ നോക്കി നോക്കി നടന്നു. അങ്ങനെ കുറേ പർച്ചേസ് ചെയ്തു. അപ്പോൾ അന്നേരം കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. ഇത് അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ രാത്രിയാകുമ്പോൾ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട് ഷീറ്റ് വിരിച്ചിട്ട്. എല്ലാവരും മുടിയേക്കുന്ന കണ്ടോ, അത്രയും തണുപ്പുണ്ട്. ഇത് ഞങ്ങൾ റൂമിൽ വന്നതിന് ശേഷം ഞാനും അമ്മയും കൂടി എന്തോ ഒരു മാലയോ വളയോ, അപ്പോൾ ഡേ ടൈം അത് കണ്ടു വെച്ചത് അമ്മയ്ക്ക് വേണം എന്ന് പറഞ്ഞിട്ട് അത് പർച്ചേസ് ചെയ്യാൻ പോകുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സ്വെറ്റർ മേടിക്കാനായിട്ട് ഇറങ്ങി. സ്വെറ്റർ ഇല്ലാണ്ട് ഒട്ടും തന്നെ സർവൈവ് ചെയ്യാൻ സാധിക്കില്ല, അത്രയ്ക്ക് തണുപ്പാണ്. ഏർലി മോർണിംഗ് ഒക്കെ ആയി വരുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു. ദ ടൈം ദെൻ ഇസ് 2:25 AM. എല്ലാ ദിവസവും ഏർലി മോർണിംഗ് 3 മണിക്കാണ് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് ഗേറ്റ്സ് ഓപ്പൺ ആവുന്നത്. അലിപ്പിരി താഴെ നമ്മൾ തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് വരുമ്പോൾ അലിപ്പിരി ഗേറ്റും ക്ലോസ് ചെയ്യും. മേളിൽ അമ്പലത്തിലേക്ക് കയറുന്ന അവിടെ സപ്തഗിരി ഹിൽസിൻ്റെ ഓപ്പണിംഗ് ഗേറ്റും ക്ലോസ് ചെയ്യും. ബിക്കോസ് ഇതൊരു ഫോറസ്റ്റ് ആണ്. നമ്മുടെ സപ്തഗിരി ഹിൽസ് എന്ന് പറയുന്നത് ഫോറസ്റ്റ് ആണ്. ഒരുപാട് വന്യജീവികൾ ജീവിക്കുന്ന ഫോറസ്റ്റ് ആണ്. അപ്പോൾ ഇവരൊക്കെ പുറത്തിറങ്ങുന്നത് കൊണ്ട് രാത്രി നമുക്കൊരു 12 to 3 അതുവഴി ട്രാവൽ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഈ 3 മണിക്ക് ഗേറ്റ് ഓപ്പൺ ആകുമ്പോൾ തൊഴുത് കഴിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ളവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഈ വണ്ടികളെല്ലാം ഇങ്ങനെ ലൈൻ ടൈപ്പായി കിടക്കുന്നത് കാണാൻ സാധിക്കുന്നത്. 3 മണിയാകുമ്പോഴത്തേനും എല്ലാ സ്റ്റേറ്റ് ബസ്സുകളും ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ബസ്സിന് താഴെ പോകണം, തിരുപ്പതി തിരുമല സപ്തഗിരി എക്സ്പ്രസ് ഒത്തിരി ഉണ്ടാവും, ഒരുപാടുണ്ടാവും. അപ്പോൾ ആ സമയത്ത് പുറത്തിറങ്ങണം എന്നുള്ളവർക്കും ഇറങ്ങാൻ സാധിക്കും. പിന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം തന്നെയായിരുന്നു തിരുപ്പതി ഭഗവാന്റെ സുപ്രഭാതം കേൾക്കുക എന്നുള്ളത്. ഏർലി മോർണിംഗ് 3 AM ഭഗവാനെ ഉറക്കത്തിൽ നിന്ന് സുപ്രഭാതം പാടി എഴുന്നേൽപ്പിക്കുന്നത്. അപ്പോൾ അമ്പലത്തിൻ്റെ അറൗണ്ട് ആയിട്ടുള്ള കംപ്ലീറ്റ് സറൗണ്ടിങ്സ് സ്പീക്കേഴ്സ് ഉണ്ടാവും. ആ സ്പീക്കേഴ്സിൽ കൂടി സുപ്രഭാതം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പം ഞാനൊരു 2:58 മുതൽ അവിടെ വെയിറ്റിംഗ് ആണ് സുപ്രഭാതം കേൾക്കാനായിട്ട്. എന്തായാലും സുപ്രഭാതം കേട്ടിട്ട് വരണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ബൈ ഗോഡ്സ് ഗ്രേസ്, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സുപ്രഭാതം കേൾക്കാൻ സാധിച്ചു. ഭഗവാനോട് നന്ദി, ഭഗവാനോട് നന്ദിയാണ് പറയാനുള്ളത്. ഭഗവാനോട് നന്ദി. This is what I said earlier, that all the vehicles are waiting for the gets open and they want to let out. സുപ്രഭാതം കേൾക്കുക എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. തിരുപ്പതി ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് വെളുപ്പിന് 3 മണിക്കുള്ള സുപ്രഭാതം കേൾക്കുക. ഒരുപാട് റീൽസിൽ ഒത്തിരി പേര് കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടാവും. ബട്ട് റൈറ്റ് നൗ ഐ ആം എക്സ്പീരിയൻസ് ഇറ്റ്. അത് നടക്കുന്നത് ഏർലി മോർണിംഗ് 3 o'clock 3 AM. ആക്ച്വലി ഞങ്ങൾ ഇന്ന് രാവിലെ ഇന്നലെ രാവിലെ ഉറങ്ങി എണീറ്റതിന് ശേഷം ഞങ്ങൾ ആരും ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഭഗവാന്റെ ദർശനം ഞങ്ങൾക്ക് 6 മണിക്കായിരുന്നു ടൈം സ്ലോട്ട് കിട്ടിയത്. തൊഴുതിറങ്ങുമ്പോൾ 12:30 നൈറ്റ്, ഏർലി മോർണിംഗ് 12:30. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ റിട്ടേൺ തിരികെ പോകേണ്ട ടൈമായി. അപ്പോൾ പോകുന്നതിന് മുന്നേ സ്വെറ്റർ മേടിക്കാൻ നടക്കുക. ഭയങ്കര തണുപ്പാണ്, ലൈക്ക് ചില്ലിങ് തണുപ്പാണ്. കാറ്റ് നമുക്ക് ഒട്ടും പറ്റാത്തൊരു ടൈപ്പ് ഓഫ് ആണ്. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് അല്ല. സോ സ്വെറ്റർ മേടിക്കാൻ ഇറങ്ങി. ഞാൻ 3 മണിയായപ്പോൾ ഞാനിങ്ങനെ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു 2:58 മുതൽ എനിക്ക് സുപ്രഭാതം കേൾക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ ഷോപ്സിൻ്റെ സൈഡിൽ വന്നപ്പോൾ എനിക്ക് സുപ്രഭാതം കേൾക്കാൻ ഞാൻ കേൾക്കണ്ടേ. Baga factory. 3:30 AM then we are letting out from Saptagiri Hills towards Tirupati. Our train is at 4:40 AM. കേരള എക്സ്പ്രസ് ആയിരുന്നു. അതിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ ഹെയർ പിൻ ഇറങ്ങാൻ തുടങ്ങുന്നതാണ്. ഏർലി മോർണിംഗ് ഭയങ്കര തണുപ്പാണ്. ആ തണുപ്പിലാണ് ഹെയർ പിൻ ഇറങ്ങി വരുന്നത്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനിൽ കയറി ഉടനെ തന്നെ ഞങ്ങളുടെ സീറ്റ്സിൽ കിടന്ന് ഉറങ്ങിപ്പോയി. പിന്നെ ഇതെല്ലാം തമിഴ്നാട് എത്തിയപ്പോഴാണ് എല്ലാവരും ഒന്ന് ഉറങ്ങി എണീറ്റത് തന്നെ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ ഉറങ്ങി എണീറ്റ് ഞങ്ങൾ ഞാനിങ്ങനെ വ്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങാനുണ്ടായത്. ഇത് ഭാരതപ്പുഴയാണ്, പാലക്കാട് കയറി കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഒരു പത്മാവതി അമ്മൻ കാളഹസ്തി തിരുപ്പതി ട്രിപ്പ്. ആക്ച്വലി തിരുപ്പതി ആയിട്ടാണ് പോയത്. അവിടെ ചെന്നാണ് ഞങ്ങൾ പത്മാവതി അമ്മനെ തൊഴണമെന്നുണ്ടായിരുന്നു, കാളഹസ്തിയൊക്കെ പോയേ. അപ്പോൾ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ദിസ് വീഡിയോ. Until the next video, bye bye.